ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചപ്പോൾ എനിക്ക് വലിയ ആവേശവും സന്തോഷവും തോന്നിയ ഒരു കാര്യം, ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും യുവ നേതാവ് എന്ന് പറയാവുന്ന എൻ ശക്തൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശക്തൻ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ 75 വയസ്സേ പ്രായമുള്ളൂ. 75-ാം പ്രായത്തിൽ പുള്ളി മാറ്റുരയ്ക്കുന്നത് പുതിയൊരു മണ്ഡലത്തിലാണ്. പുള്ളി നേരത്തെ കോവളത്ത് മത്സരിച്ചിട്ടുണ്ട്. കോവളത്ത് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നിയമമണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കാട്ടാക്കടയിലേക്ക് മാറി. കാട്ടാക്കടയിലും ഒരു തവണ ജയിച്ചു, പിന്നെ ഒരു തവണ തോറ്റു. അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ മാറി മാറി സ്വന്തം കഴിവും പ്രാപ്തിയും പരീക്ഷിച്ച ഒരാളാണ്. തോൽവിയും ജയവുമുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ പ്രായത്തിൽ, ഈ 75-ൻ്റെ യുവത്വത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് പുതിയൊരു മണ്ഡലത്തിലാണ്. അത് നെയ്യാറ്റിൻകരയിലാണ്. ഈ ശക്തൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല. 1977-ലാണ് പുള്ളി മത്സരം തുടങ്ങുന്നത്. അതേ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ്, KSUകാരനായിട്ട്, യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ട്. പക്ഷേ 1977-ൽ അദ്ദേഹം ആദ്യം കോവളത്ത് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടല്ല, കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ്. കേരള കോൺഗ്രസ്സുകാരനായിട്ട് അദ്ദേഹം കോവളത്ത് മത്സരിക്കുന്നു. ഇദ്ദേഹത്തെ പോലെ തന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് കോൺഗ്രസ് റിബലായി CFDക്കാരനായിട്ട് മാറിയ നീല ലോഹിദാസ് നാടർക്കെതിരായിട്ടാണ്. അന്ന് കോവളത്ത് ശക്തൻ തോറ്റു, നീലൻ ജയിച്ചു. പിന്നീട് നീലൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് പോയതിന് ശേഷം 82-ൽ പുള്ളി ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ DSPയുടെ സ്ഥാനാർത്ഥിയായിട്ട്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന മറ്റു പേരിലൊരു പാർട്ടി ഉണ്ടായിരുന്നു, HN ബഹുഗുണ സ്ഥാപിച്ച്. അതിൻ്റെ നോമിനിയായിട്ട് കോവളത്ത് മത്സരിച്ചു. നീലൻ്റെ കൂടി പിന്തുണയോടുകൂടി അദ്ദേഹം 82-ൽ ജയിച്ചു. 87 വരെ MLA ആയിട്ടിരുന്നു. അതിനിടയ്ക്ക് ഈ കൂറുമാറ്റ നിരോധന നിയമം വന്നതിൻ്റെ തൊട്ട് തലേദിവസം പുള്ളി കോൺഗ്രസ്സിലേക്ക് മാറി. കാരണം അപ്പോഴത്തേക്കും നീലൻ പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റ് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. വീണ്ടും കോവളത്ത് മത്സരിക്കാനായിട്ട് ഒരാൾക്കെല്ലാം മത്സരിക്കാൻ പറ്റുള്ളൂ. പുള്ളി DSP വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയി. പിന്നെ പുള്ളി കോൺഗ്രസ്സുകാരനായിട്ട് മത്സരിച്ചു, പക്ഷേ കോവളത്ത് തോറ്റുപോയി. അതിനുശേഷം പുള്ളി കോവളത്ത് നിന്ന് വിട്ട് നേമത്ത് മത്സരിച്ചു. നേമത്ത് നിന്ന് ജയിച്ചു, 2 തവണ ജയിച്ചു. പിന്നെ നേമത്തുകാർക്ക് ഇദ്ദേഹത്തെ മനസ്സിലായതുകൊണ്ട് എന്തോ പുള്ളി കാട്ടാക്കടയ്ക്ക് മാറി. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ ജയിച്ചു. പിന്നെ കഴിഞ്ഞ് ആ തവണ അല്ല, നേമത്ത് 2ാമത് ജയിച്ചപ്പോൾ പുള്ളി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ കുറച്ചാൾ മന്ത്രിയുമായിരുന്നു. അത് കഴിഞ്ഞ് കാട്ടാക്കടയിൽ മത്സരിച്ച് ജയിച്ചു. ഒരു തവണ ജയിച്ച സമയത്ത് മൂപ്പര് ഈ ഡെപ്യൂട്ടി സ്പീക്കറായി. മന്ത്രിസ്ഥാനമൊന്നും ഒഴിവില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാടാർ സമുദായത്തിന് പ്രാതിനിധ്യം നൽകണം, എന്നെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ എന്തെങ്കിലും ആക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന് മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സമുദായത്തിന് മോശം വരാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ ഡെപ്യൂട്ടി സ്പീക്കറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ G. കാർത്തികേയൻ മരിച്ചു, സ്പീക്കർ സ്ഥാനം ഒഴിവോ. എന്നാൽ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രൊമോഷൻ പോസ്റ്റല്ലേ സ്പീക്കർ, എന്നെ സ്പീക്കറാക്കണം. ഉടനെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്പീക്കറാക്കി. എന്നിട്ട് 1 കൊല്ലത്തോളം അദ്ദേഹം സ്പീക്കറായിട്ട് പ്രവർത്തിച്ചു. ആ സമയത്ത് വലിയ തമാശകളൊക്കെ ഉണ്ടായി. PC ജോർജിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്ന പോലെയുള്ള അഭ്യാസങ്ങളൊക്കെ ശക്തൻ്റെ കാലത്താണ് നടന്നത്. ഈ സ്പീക്കറുടെ ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ശക്തൻ്റെ ഉത്തരവ് PC ജോർജ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ഹൈക്കോടതി അത് അസ്ഥിരപ്പെടുത്തിച്ചു. ശക്തൻ പിന്നെയും പുറത്താക്കാൻ തുനിയുമ്പോഴത്തേക്കും PC ജോർജ് തന്നെ സൽബുദ്ധി തോന്നി MLA സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. ഏതായാലും ജോർജിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ബഹുമാനപ്പെട്ട ശക്തനും അദ്ദേഹത്തിന് കൂട്ടുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ശക്തൻ കാട്ടാക്കടയിലും തോറ്റു, മറ്റേ രവി നെടുമങ്ങാട്ടും തോറ്റു. അതേ സമയത്ത് PC ജോർജ് പൂഞ്ഞാറിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ചില തമാശകൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിലുണ്ട്. ഏതായാലും അതിനുശേഷം പിന്നെ ശക്തൻ സമാധാനത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശക്തന് മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കോൺഗ്രസ് പാർട്ടി വലിയ വെല്ലുവിളി നേരിടുന്ന സമയമാണ്. ഐക്യജനാധിപത്യ മുന്നണി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. ഈ സമയത്ത് ശക്തനെ പോലെ ശക്തനായ ഒരു ആൾ മത്സരിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് ക്ഷീണമാണ്, ഐക്യമുന്നണിക്ക് ക്ഷീണമാണ്, കേരള നിയമസഭയ്ക്കും അത് നികത്താനാകാത്ത ഒരു ശൂന്യത സൃഷ്ടിക്കും. അതുകൊണ്ട് കാട്ടാക്കടയിൽ മത്സരിക്കേണ്ട, നേമത്ത് മത്സരിക്കേണ്ട, കോവളത്ത് മത്സരിക്കേണ്ട, ഇത്തവണ പുതിയൊരു സീറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു. ആ സീറ്റിൻ്റെ പേര് നെയ്യാറ്റിൻകര എന്നാണ്. നെയ്യാറ്റിൻകര പണ്ടുതൊട്ടേയുള്ള സീറ്റാണ്, പക്ഷേ ശക്തനെ സംബന്ധിച്ചിടത്തോളം പുതിയ സീറ്റാണ്. അങ്ങനെ പുതിയ മണ്ഡലത്തിൽ ശക്തൻ അദ്ദേഹത്തിൻ്റെ മിന്നിത്തിളങ്ങുന്ന വാളുമായിട്ട് അങ്കത്തട്ടിൽ ചാടി കയറിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA K. ആൻസലനാണ്. ആൻസലൻ 2 തവണ അവിടെ നിന്ന് ജയിച്ച ആളാണ്. ആൻസലൻ അവിടെ അങ്കക്കരി പൂണ്ട് നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ശക്തൻ അല്ലെങ്കിൽ ആൻസലൻ. എൻ്റെ വിശ്വാസം ശക്തൻ ജയിക്കുന്നതാണ്. ശക്തൻ ജയിച്ച് വളരെ ശക്തിയോടുകൂടി കേരള നിയമസഭയിൽ തിരിച്ചെത്തും.
അതിനുശേഷം അദ്ദേഹം ഒന്നുകിൽ മന്ത്രിയാവും, അല്ലെങ്കിൽ സ്പീക്കറാവും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഉയർന്ന പോസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മേടിക്കും. എൻ്റെ ഒരു ഇത് ശക്തൻ മിക്കവാറും മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശക്തനോളം പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന്നിപ്പോൾ കേരളത്തിൽ തന്നെ കുറവാണ്. 1977 തൊട്ട് നിരന്തരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെക്കാൾ പഴയ ഒരാൾ പി ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോസഫ് പരിപാടി നിർത്തിപ്പോയി. അതുകൊണ്ട് ഐക്യമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കേണ്ട ഒരാളാണ്. കോൺഗ്രസിൻ്റെ ഒരു യുവ തുർക്കിയാണ് ശക്തൻ വളരെ ശക്തമായ രീതിയിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭാംഗമായി മന്ത്രിയായി ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയ് ഹിന്ദ്.